2006 മുംബൈ ട്രെയിൻ സ്ഫോടന പരമ്പര കേസിൽ എല്ലാ പ്രതികളെയും ബോംബെ ഹൈക്കോടതി വെറുതെ വിട്ടു. വിചാരണ കോടതി വധശിക്ഷ ഉൾപ്പെടെ വിധിച്ച പ്രതികളാണ് കുറ്റവിമുക്തരായത്. കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 189 പേരുടെ ജീവനെടുക്കുകയും 800-ലേറെ പേർക്ക് പരുക്കേൽക്കുകയും ചെയ്ത സ്ഫോടന പരമ്പര കേസിലാണ് പ്രതികളെ എല്ലാം ബോംബെ ഹൈക്കോടതി വെറുതെ വിട്ടത്. വിചാരണ കോടതി 5 പ്രതികളെ വധശിക്ഷയ്ക്കും 7 പേരെ ജീവപര്യന്തം തടവിനുമാണ് ശിക്ഷിച്ചിരുന്നത്. ജസ്റ്റിസ് അനിൽ കിലോർ, ജസ്റ്റിസ് ശ്യാം ചന്ദക് എന്നിവരുടെ ബെഞ്ചാണ് ഹൈക്കോടതിയിൽ പ്രതികളുടെ അപ്പീൽ പരിഗണിച്ചത്. കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് കോടതി നിരീക്ഷിച്ചു. 100 കണക്കിന് പേരാണ് കേസിലെ സാക്ഷികൾ. എന്നാൽ സാക്ഷിമൊഴികൾ വിശ്വാസയോഗ്യമല്ല. പലരും വർഷങ്ങളേറെ കഴിഞ്ഞ് പ്രതികളെ തിരിച്ചറിഞ്ഞു എന്നത് സംശയകരമാണ്. തെളിവായി പിടികൂടിയ സ്ഫോടക വസ്തുക്കളും കേസുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു. 2006 ജൂലൈ 11 വൈകിട്ട് 6:30 സബർബൻ ട്രെയിനുകളിൽ സ്ഫോടന പരമ്പര നടന്നത്. വെസ്റ്റേൺ ലൈനിൽ മാട്ടുങ്കയ്ക്കും മീരാ ഭയന്തറിനുമിടയിൽ സഞ്ചരിക്കുകയായിരുന്ന ട്രെയിനുകളുടെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റുകളിൽ 7 തവണ സ്ഫോടനമുണ്ടായി. 2015 വിചാരണ കോടതി പ്രതികളെ ശിക്ഷിച്ചത്. ഒരു പ്രതിയെ വിചാരണ കോടതി തന്നെ വെറുതെ വിട്ടിരുന്നു. 24 മുംബൈ.